ഗൈസ് എന്താല്ലേ ഫ്രീ ആയിട്ടൊരു സാധനം തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാടിക്കേറി അതിലേക്ക് വീഴുക എന്നുള്ളത് നമ്മുടെ എല്ലാവരും സ്വഭാവമാണ്. അങ്ങനെ പലരുടെയും വീഡിയോ കണ്ട് 35,000 രൂപയ്ക്ക് കിട്ടുന്നത് ഈ ഒരു സാധനം നിങ്ങൾക്ക് ജിയോ യൂസർ ആണെങ്കിൽ ഫ്രീ ആയിട്ട് 18 മാസത്തേക്ക് കിട്ടും, ഇപ്പോൾ തന്നെ ആക്ടിവേറ്റ് ചെയ്തോ എന്ന് പറഞ്ഞ് പല ആൾക്കാരും പോയിട്ട് അത് ആക്ടിവേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ പല ആൾക്കാർക്കും അതിൻ്റെ ഉപയോഗം എന്താണ് എന്ന് പോലും അറിയാതെ 35,000 രൂപയുടെ സാധനമല്ലേ ഫ്രീ ആയിട്ട് കിട്ടുന്നത്, പിന്നെ എന്താ എന്ന് പറഞ്ഞ് ആക്ടിവേറ്റ് ചെയ്തവരുണ്ട്. ശരി, അതിനിപ്പോൾ എന്താ പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വലിയ പ്രശ്നമാണ്. എന്താണെന്ന് പറഞ്ഞുതരാം, പേജ് ഫോളോ ചെയ്തോളൂ. ബേസിക്കലി AI Proന്റെ കൂടെ നിങ്ങൾക്ക് ജെമിനി ഫീച്ചേഴ്സ് കിട്ടുമെന്ന് മാത്രമല്ല 2TBയുടെ ഗൂഗിൾ ക്ലൗഡ് സ്റ്റോറേജും കൂടെയാണ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നത്. സോ ഇത് ആക്ടിവേറ്റ് ചെയ്ത ഉടനെ തന്നെ നിങ്ങളുടെ ജിമെയിലകത്ത് സ്റ്റോറേജ് ഫുൾ എന്ന് പറഞ്ഞ ആ ഒരു ബാനർ അങ്ങ് അപ്രത്യക്ഷമായി. പല ആൾക്കാരും ഈ ബാനർ കളയാൻ പാടുപെട്ടുകൊണ്ടിരിക്കുകയാണ്. സോ ഫൈനലി അതിൻ്റെ സൊല്യൂഷനും കൂടെ വന്നു. ഇനി 18 മാസത്തേക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കുകയേ വേണ്ട. 1-2 2TB ഏകദേശം 2000 GB ഫ്രീ ആയിട്ട് കിട്ടുമല്ലേ. എന്നാൽ പിന്നെ ആവശ്യമുള്ള കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ അപ്ലോഡ് ചെയ്യാൻ വേണമെങ്കിൽ ഫോണൊന്ന് ബാക്കപ്പ് ചെയ്ത് വെച്ചേക്കാം. വാട്സപ്പിൻ്റെ ബാക്കപ്പ് ഒന്നും നമ്മൾ എടുക്കാറില്ലല്ലോ. വാട്സപ്പ് ബാക്കപ്പ് വേണമെങ്കിൽ ക്ലൗഡിൽ വിത്ത് ഫോട്ടോസ് ആൻഡ് വീഡിയോസ് വിത്ത് മീഡിയ എടുത്ത് വെക്കാമല്ലോ. 2TB ഉണ്ടല്ലോ. അവിടെയാണ് പ്രശ്നം പറ്റുന്നത്. മേ ബി ദിസ് വാസ് ദ മാസ്റ്റർ പ്ലാൻ. ഫ്രീ ആയിട്ട് കിട്ടുന്ന 15 GB മുകളിൽ നിങ്ങൾ എന്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇനി ലൈഫ് ടൈമിലേക്ക് നിങ്ങൾ ഇവർക്ക് അടിമപ്പെട്ട് കഴിഞ്ഞു. ബിക്കോസ് ഈ 18 മാസത്തിന് ശേഷം ഈ 15 GB മുകളിൽ നിങ്ങൾ അപ്ലോഡ് ചെയ്തിരിക്കുന്ന എന്തൊരു ഡേറ്റ ആയിക്കോട്ടെ അത് നിങ്ങൾക്ക് വേണം, റീറ്റെയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും ഈ ഒരു പ്ലാൻ പൈസ കൊടുത്ത് സബ്സ്ക്രൈബ് ചെയ്യണം. എത്ര രൂപയുടെ പ്ലാനാണ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടിയത്? 35,000 രൂപയുടെ. അപ്പോൾ ഇനിയൊരു 18 മാസം കൂടെ വേണമെങ്കിൽ നിങ്ങൾ എത്ര രൂപ കൊടുക്കണം? 35,000 രൂപ. ശരി, ഞാൻ പൈസ ഒന്നും കൊടുക്കുന്നില്ല, പ്ലാൻ ക്യാൻസൽ ചെയ്ത ഡേറ്റ മൊത്തം ഞാൻ എടുക്കുവാണെന്ന് പറഞ്ഞാൽ ഗൂഗിളിലെ ടേക്ക് ഔട്ട് പ്രോസസിനെ പറ്റി നിങ്ങൾക്ക് അറിയില്ല. അതൊരു പ്രാവശ്യം എങ്കിലും ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം തലവേദനയാണെന്ന്. 1000 ഫോട്ടോ ഉണ്ടെങ്കിൽ 1000 ഫോട്ടോ നിങ്ങൾ ഗൂഗിൾ ടേക്ക് ഔട്ടിൽ കൂടെ ഡൗൺലോഡ് ചെയ്ത് എവിടെയെങ്കിലും സേവ് ചെയ്ത് വെക്കണമെങ്കിൽ നിങ്ങളുടെ തല പുകയും. എന്നാൽ പിന്നെ ഫീച്ചേഴ്സ് ഒന്നും വേണ്ട, സ്റ്റോറേജ് മാത്രം ഒരു 2TBയുടെ സ്റ്റോറേജിനുള്ള പ്ലാൻ എടുത്തു കഴിഞ്ഞാൽ അതിന് വർഷം ഇപ്പോൾ 5,000 രൂപയാണ്. 2 വർഷത്തിന് ശേഷം എത്ര രൂപയാവും എന്നറിയില്ല. ബട്ട് 2 വർഷത്തിന് ശേഷം എത്ര രൂപയായാലും ആ രൂപ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റീറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇല്ലെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടി കുറഞ്ഞ പ്ലാനിലേക്കൊക്കെ ഡൗൺഗ്രേഡ് ചെയ്യേണ്ടി വരും. വിച്ച് മീൻസ് ഇൻ എഫക്റ്റ് നിങ്ങൾ ആ ഒരു സബ്സ്ക്രിപ്ഷൻ്റെ കീഴിലേക്ക് ഓട്ടോമാറ്റിക്കലി വന്നു കഴിഞ്ഞു. സോ എനിക്ക് പറയാനുള്ള ഇത്രയേ ഉള്ളൂ. ഓൾറെഡി ഇത് ആക്ടിവേറ്റ് ചെയ്യാൻ പ്ലാൻ ഇട്ട് വെച്ചവരാണെങ്കിൽ നിങ്ങൾ ഈ ഒരു ജെമിനി ഫീച്ചേഴ്സ് മാത്രം യൂസ് ചെയ്യാൻ വേണ്ടി ഒരു സെപ്പറേറ്റ് ഇമെയിൽ ID ക്രിയേറ്റ് ചെയ്ത് ആ ഒരു ഇമെയിലിനകത്ത് ഇത് ആക്ടിവേറ്റ് ചെയ്ത് ജെമിനിയുടെ സകല പരിപാടിയിൽ നിങ്ങൾ ഉപയോഗിച്ചോ. ബിക്കോസ് 18 മന്ത്സിന് ശേഷം അത് പോവുകയാണെങ്കിൽ പോക്കോട്ടെ, നിങ്ങളുടെ ഡേറ്റ ഒന്നും അവിടെ അപ്ലോഡ് ആവുന്നില്ല എന്നുള്ളത്. ആ 2TBയുടെ കാര്യം തൽക്കാലത്തേക്ക് നിങ്ങൾ 15 GB വരെ യൂസ് ചെയ്താൽ മതി, ബാക്കിയുള്ളത് മറന്നേക്കുക. അൺലെസ് നിങ്ങൾ കുറേ കാലമായി 2TB എടുക്കണം എന്ന് വിചാരിച്ച് ഫൈനലി ഇങ്ങനെ ഓഫർ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ അതിൽ പോയി ചാടുക. അത്രേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഈ 35,000 രൂപയ്ക്ക് സാധനം ഫ്രീ ആയിട്ട് കിട്ടുന്നതിൻ്റെ വീഡിയോ പോലും ആദ്യമേ ചെയ്യാത്തത്. അപ്പോൾ ശരി, ബൈ.